ഒറ്റപ്പാലം ശ്രീ രാമകൃഷ്ണ ആശ്രമത്തിന്റെ 9ാമത് സ്വാമി നിർമ്മലാനന്ദ പുരസ്കാര സമർപ്പണം ഏപ്രിൽ 20-ന് നടക്കും. 1 ലക്ഷം രൂപ പ്രശസ്തിപത്രം, ഫലകം എന്നിവയടങ്ങുന്ന പുരസ്കാരം കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്ര മുൻ പ്രസിഡന്റ് എം ലക്ഷ്മി കുമാരിക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ സ്ഥാപകനായ സ്വാമി നിർമ്മലാനന്ദജി മഹാരാജിന്റെ സ്മരണയ്ക്കായി ഒറ്റപ്പാലം ശ്രീകൃഷ്ണാശ്രമവും സിംഗപ്പൂർ തുളസി ബുക്സും സംയുക്തമായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. രാജാവും ഭൃത്യനും എന്ന വ്യത്യാസമില്ലാത്ത സാമൂഹിക വീക്ഷണമാണ് സ്വാമി വിവേകാനന്ദനും സ്വാമി നിർമ്മലാനന്ദ മഹാരാജും അനുവർത്തിച്ചു വന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. Vivekananda Swami himself implemented many, but as Vivekananda Swamiji envisioned, Nirmalananda ji worked out it in Kerala. With zeal he worked. His goodwill for all was such. Princess Maharajas to ordinary workers, daily laborer type of workers, all got advice from him. The advice was both personal and societal. ദൈവം ഓരോ മനുഷ്യന്റെയും അകത്താണെന്നും ധർമ്മഭദ്രമായ ജീവിതമാർഗമാണ് ശ്രേഷ്ഠമെന്നും ഇരുവരും ഉദ്ബോധിപ്പിച്ചിരുന്നു. സ്വാമി നിർമ്മലാനന്ദ മഹാരാജന്റെ ദർശനങ്ങൾ പകർത്തി ജീവിതത്തിൽ സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നവർക്കാണ് പുരസ്കാരം നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. തുളസി ബുക്സ് പ്രസാധകൻ പ്രകാശ് കാമനാട്ട്, ആശ്രമം നിയുക്ത പ്രസിഡന്റ് സ്വാമി ഗീതാ സാരാനന്ദ, ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മസ്വരൂപാനന്ദ, ഭക്തരായ AK ശങ്കരനാരായണൻ, പാലത്തോൾ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.